അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അപ്പൊ ഈ റൂൾസ് ആൻഡ് വയറിംഗ് ആക്സസറീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ രണ്ട് ടോപ്പിക്കാണ് പറയുന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ തുടങ്ങാൻ പോകുന്ന ടോപ്പിക് ഒരു ചെറിയ ടോപ്പിക്, എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ്. മെത്തേഡ്സ് ഓഫ് റെഡ്യൂസിങ് എർത്ത് റെസിസ്റ്റൻസ്. സാധാരണ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. എർത്ത് റെസിസ്റ്റൻസിന്റെ എങ്ങനെ നമുക്ക് എർത്ത് റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യാം, എർത്ത് റെസിസ്റ്റൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം, അതിന്റെ മെത്തേഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ മെത്തേഡുകൾ നമ്മളോട് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ഏതൊക്കെ മെത്തേഡുകളാണ് നമുക്ക് എർത്ത് റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ മെത്തേഡുകൾ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും, സ്ലൈഡിൽ ഒരു ബോൾഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ള മെത്തേഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ മെത്തേഡുകൾ നമ്മൾ ഓരോന്നായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്, ഏതൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട മെത്തേഡുകൾ എന്നുള്ളത്. അതിനൊപ്പം തന്നെ അതിന്റെ എന്ത് ചെയ്യണം, ആ ഒരു മെത്തേഡുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തുള്ള കാര്യങ്ങളും പഠിച്ചു വെക്കാം. കാരണം ആ ഒരു മെത്തേഡുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഇൻക്രീസിങ് ദ പ്ലേറ്റ് ഏരിയ. അപ്പൊ നമുക്കന്നെ അറിയാവുന്നതാണ് അല്ലെ, ഈ റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഏരിയ കൂടുതൽ ഏരിയക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏരിയ കൂടിയാൽ മതി എന്നുള്ളത്. അതിപ്പോ നമുക്ക് സാധാരണ ഏരിയ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്നുള്ള ഇക്വേഷനിലൊക്കെ പഠിക്കുന്നതാണ്. പക്ഷെ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് ആ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ പ്ലേറ്റ് ഏരിയ ഇൻക്രീസ് ചെയ്യാണ്. പ്ലേറ്റ് ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്താ സംഭവിക്കുന്നുണ്ടായിരിക്കുക, ലാർജ് കോപ്പർ പ്ലേറ്റ് വരുന്ന സമയത്ത് അവിടെ റെസിസ്റ്റൻസ് ഓൾമോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കുറയുന്നുണ്ടായിരിക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു റോ എൽ ബൈ എ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. രണ്ടാമത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് ഏരിയ കൂട്ടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എർത്തുമായിട്ടുള്ള കണക്ഷൻ, അതിന്റെ സ്പേസിങ് കൂടുന്നുണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ ഇത്ര വലുപ്പത്തിലുള്ള ഒരു സാധനം കൊടുക്കുന്നതും അതുപോലെ ഇതുപോലെയുള്ള ഒരു വസ്തു കൊടുക്കുന്നതും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ആ ഒരു കണക്ഷൻ, എർത്തുമായിട്ടുള്ള കണക്ഷൻ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവിടെ കൂടുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ കൂടുന്നത് നമുക്ക് എന്ത് പറയാം, ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് എർത്ത് റെസിസ്റ്റൻസ് കൂടാനുള്ള ഒരു കാരണമായിട്ട് വരാം. അതായത് ഡാംപ് ആയിട്ടുള്ള പ്ലേസസിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കൂടുതൽ കണക്ഷൻ, എർത്തുമായിട്ടുള്ള കണക്ഷൻ വരുന്നുണ്ടായിരിക്കും എന്നുള്ളത്. പിന്നെ ഇതൊരു ഇത് നമുക്ക് റെക്കമെൻഡ് ചെയ്യാത്തൊരു സിസ്റ്റം ആണ്. ശരിക്കും നമ്മൾ അങ്ങനെ പറഞ്ഞ് നമുക്ക് എർത്ത് റെസിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണത്, മെത്തേഡ് നമുക്ക് നോട്ട് യൂസബിൾ ആണെന്ന് പറയാം. കാരണം നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ എർത്ത് റെസിസ്റ്റൻസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രീംലി വളരെ ഹൈ ആയിട്ടുള്ള ഒരു വലുപ്പത്തിലുള്ള ഒരു ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു പ്ലേറ്റ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടി വരും. അതിന് നമുക്ക് കൂടുതൽ സ്ഥലം ആവശ്യമായിട്ട് വരും അല്ലെ, എർത്തിങ്ങിന് തന്നെ കൂടുതൽ പ്ലേസ് ആവശ്യമായിട്ട് വരും എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു വസ്തുവിന്റെ ഏരിയ കൂടുതലാവുന്നതിനനുസരിച്ച് നമ്മളത് വെക്കുന്ന പ്ലേസും എന്ത് ചെയ്യേണ്ടി വരും, കൂടുതലായിട്ട് വരും എന്നുള്ളതുകൊണ്ട് നമ്മൾ നോട്ട് യൂസബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. ബിക്കോസ് ഡിക്രീസ് ദ റെസിസ്റ്റൻസ് ഈസ് എക്സ്ട്രീംലി സ്മാൾ ആയിട്ട് റെഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ദ ഏരിയ ഓഫ് ദ പ്ലേറ്റ്. ആ ഒരു പ്ലേറ്റിന്റെ ഏരിയ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അപ്പൊ പ്ലേറ്റിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത് കോസ്റ്റ് എഫക്ട് ചെയ്യുന്നതാണ്, അതിനൊപ്പം തന്നെ ആ പ്ലേസിനെയും എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പോൾ ലാർജ് പ്ലേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡാംപ് എർത്തിന് നമുക്ക് പെട്ടെന്ന് കോണ്ടാക്ട് വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ റെഡ്യൂസ് ദ എർത്ത് റെസിസ്റ്റൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ലാർജ് സൈസ് ഓഫ് കോപ്പർ പ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തും നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് മെത്തേഡ്സ് ഓഫ് റെഡ്യൂസിങ് എർത്ത് റെസിസ്റ്റൻസിൽ ഏതാണ്, ഇൻക്രീസിങ് ഇൻ ദ പ്ലേറ്റ് ഏരിയ എന്നുള്ളതാണ് അല്ലെ. രണ്ടാമതായിട്ട് നമുക്ക് വരുന്നത് എന്താണ്, ഡെപ്ത് ഓഫ് ദ പ്ലേറ്റ് ആണ്. അതായത് ഡെപ്ത് നമുക്കറിയാം, ഒരു 2 മീറ്റർ ഡെപ്ത് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. ആ ഡെപ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു മെത്തേഡ് കേട്ടോ. ആ ഡെപ്ത് കൂട്ടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാണ്, നമുക്ക് അവിടെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. കാരണം കൂടുതൽ ഡെപ്തിലേക്ക് പോകുന്നതോട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവിടെ നമുക്ക് കൂടുതലായിട്ടുള്ള ഈ ഡാം പ്ലേസസ് ഒക്കെ വരുന്നുണ്ടായിരിക്കും, കുറച്ചും കൂടി നനവുള്ള ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും. അപ്പോൾ എർത്ത് റെസിസ്റ്റൻസ് ഓഫ് ദ എർത്തിങ് സിസ്റ്റം ഈസ് റെഡ്യൂസ്ഡ് അപ് ടു എ സെർട്ടൻ ലിമിറ്റ് ഓർ ബൈ ബ്രിങ് ദ പ്ലേറ്റ് ഡീപ്പ് ഇൻ ദ എർത്ത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ കാര്യം ഡെപ്ത് ഓഫ് ദ പ്ലേറ്റ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് എന്താണ്, ഈ നെറ്റ് ബോൾട്ട് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനും പകരമായിട്ട്, അല്ലെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, നെറ്റ് ബോൾട്ട് ഒക്കെ വരുന്നതിന് പകരമായിട്ട് കുറച്ചും കൂടി സോൾഡറിങ് മെത്തേഡുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, നെറ്റ് ബോൾട്ട് മെത്തേഡിനൊക്കെ പകരമായിട്ട് കുറച്ചും കൂടി സോൾഡറിങ് നമ്മൾ ഉപയോഗിക്കുകയാണ്. സോൾഡറിങ്ങിന്റെ ഒരു പ്രത്യേകത തന്നെ നമുക്കറിയാം അല്ലെ. സോൾഡറിങ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു കണക്ഷൻസിന് നമ്മൾ പഠിക്കുന്നതാണ് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടക്റ്റീവ് റെസിസ്റ്റൻസ് കുറയ്ക്കുന്നു, കണ്ടക്ടിവിറ്റി കൂട്ടുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എർത്ത് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ദ മെത്തേഡ് ഓഫ് റെഡ്യൂസിങ് ദ എർത്ത് റെസിസ്റ്റൻസ് ഓഫ് ദ എർത്ത് ഇലക്ട്രോഡ് ബൈ സോൾഡറിങ് ദ നെറ്റ്സ് ആൻഡ് ബോൾട്ട് ഇൻസ്റ്റന്റ്ലി സിംപ്ലി സ്ക്രൂയിങ് ദം ഓൺ ടു ദ ഇലക്ട്രോഡ്. സിമ്പിൾ ആയിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മളൊന്ന് സോൾഡർ ചെയ്ത് അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റെസിസ്റ്റൻസ് നമുക്ക്
റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇൻക്രീസിങ് ദ പ്ലേറ്റ് ഏരിയ, ഡെപ്ത് ഓഫ് ദ പ്ലേറ്റ്, സോൾഡറിങ്, നെറ്റ് ആൻഡ് ബോൾട്ട് അല്ലെ. നെക്സ്റ്റ് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്, സാധാരണ നമ്മൾ എർത്ത് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, പൗഡർ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചാർക്കോൾ, സോൾട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് ഇടുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പോൾ മിക്സ്ചർ ഓഫ് സോൾട്ട് ആൻഡ് ചാർക്കോൾ പൗഡർ ആയിട്ടുള്ള ചാർക്കോളോ സോൾട്ട് ഒക്കെ നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഒരു 1:5 റെസ്പെക്റ്റീവ് റേഷ്യോയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇടുന്നുണ്ടായിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ആ എർത്ത് റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ബൈ പൗഡർ, സാൾട്ട്, ചാർക്കോൾ ആൻഡ് സാൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. ചാർക്കോളും സാൾട്ടും ഒക്കെ നമ്മൾ അവിടെ വെക്കുന്നത് 1:5 എന്ന് പറയുന്ന റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്, സാൾട്ട് ആൻഡ് ചാർക്കോൾ റേഷ്യോ അവിടെ വരുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്നതും ഈ എർത്ത് റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളത് പ്രൊവൈഡ് മോയ്സ്ചർ അറൌണ്ട് എർത്ത് ഇലക്ട്രോഡ് കേട്ടോ, ദർബൈ റെഡ്യൂസിങ് ദ എർത്ത് റെസിസ്റ്റൻസ് അല്ലെ. അപ്പൊ അവിടെ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് ഈ മോയ്സ്ചർ കണ്ടന്റ് കൂട്ടുക എന്നുള്ളതാണ്. മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവിടെ മോയ്സ്ചർ കണ്ടന്റ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ എർത്ത് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോ നമ്മളിപ്പോ 4ാമത്തെ മെത്തേഡാണ് ഇവിടെ പറഞ്ഞത്. 4ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബൈ പൗഡർ, ചാർക്കോൾ ആൻഡ് സാൾട്ട് എന്ന് പറയുന്ന മെത്തേഡ്. 5ാമത്തത് ഇൻസ്റ്റാളേഷൻ ഓഫ് പാരലൽ ഇലക്ട്രോഡ്. നമ്മൾ ഈ ഹൈ ഇൻസ്റ്റാളേഷൻ ഒക്കെ വരുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കുന്ന ഒരു എഫക്റ്റീവ് മെത്തേഡാണ് ഈ പാരലൽ ഇലക്ട്രോഡ് ഉപയോഗിക്കുക എന്നുള്ളത്. ഒന്നിൽ കൂടുതൽ ഇലക്ട്രോഡുകളെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡിക്രീസ് ചെയ്യുക. നമ്മളിപ്പോ റെസിസ്റ്റൻസിന്റെ കണക്ഷൻ പഠിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് പഠിച്ചതാണ് എന്ത് ചെയ്തത്, പാരലൽ ആയിട്ട് റെസിസ്റ്ററുകളെ കണക്ട് ചെയ്യുന്ന സമയത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളത്. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റാളേഷൻ ഓഫ് പാരലൽ ഇലക്ട്രോഡ്. പാരലൽ ഇലക്ട്രോഡ് എന്ത് ചെയ്യാണ്, ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്. അപ്പൊ എർത്ത് ഇലക്ട്രോൺസ് ഈസ് ഡിക്രീസ്ഡ് ബൈ ഗ്രേറ്റ് എക്സ്റ്റെന്റ് ബൈ ഇൻസ്റ്റാളേഷൻ ഓഫ് നമ്പർ ഓഫ് എർത്ത് ഇലക്ട്രോഡ്സ് ഇൻ പാരലൽ ഫോർ സെയിം ഡെപ്ത്. സെയിം ഡെപ്തിൽ എന്ത് ചെയ്യാണ്, നമ്പർ ഓഫ് ഇലക്ട്രോഡ്സ് നമ്മൾ എന്ത് ചെയ്യും, പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും. പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എർത്ത് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി പറ്റും അല്ലെ. എർത്ത് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സൂട്ടബിൾ ഫോർ വേർ എഫിഷ്യന്റ് ഓപ്പൺ സോയിൽ ഈസ് അവൈലബിൾ ഫോർ എർത്തിങ്. പ്രധാനമായിട്ട് നമ്മൾ ഓപ്പൺ സോയിലാണ് ഇത് കൊടുക്കുന്നുണ്ടായിരിക്കും. ഓപ്പൺ സോയിൽ സൂട്ടബിൾ ആയിട്ടുള്ള ഓപ്പൺ സോയിൽ എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രധാനമായിട്ട് ഈ കല്ല് അങ്ങനത്തെ ഇതൊന്നും ഇല്ലാതെ നേരെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അതായത് റോക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും വരാതെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗങ്ങൾ. പിന്നെ നമുക്കറിയാം ഇങ്ങനെ വരുമ്പോൾ കൂടുതൽ ഏരിയ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം ഒരേ ഡെപ്ത് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം അല്ലെ. ഒരേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യുന്നത്, ഈ പാരലൽ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഡിസ്റ്റൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസന്റ് ഇലക്ട്രോഡ്, 2 ഇലക്ട്രോഡുകൾക്ക് ഇടയിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഷാൽ നോട്ട് ബി ലെസ് ദാൻ ദ ടോയ്സ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ഇലക്ട്രോഡ്. ഇലക്ട്രോഡിന്റെ ലെങ്ത്തിന്റെ ടോയ്സ്, അതായത് ഇരട്ടി എന്ത് ചെയ്യാൻ പാടില്ല, അതിലും കുറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഷാൽ നോട്ട് ബി ലെസ് ദാൻ ടോയ്സ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ഇലക്ട്രോഡ് എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസന്റ് ഇലക്ട്രോഡ്സ്, 2 അഡ്ജസന്റ് ഇലക്ട്രോഡുകൾക്കിടയിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളെ ഇലക്ട്രോഡിന്റെ ലെങ്ത്തിന്റെ ടോയ്സിനും എന്ത് ചെയ്യണം, കുറയാൻ പാടില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ അതൊന്നും ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. ബിഗ് പവർ ഹൗസസിലും അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, സബ്സ്റ്റേഷനുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇത്. കൂടുതലായിട്ടും ഹൈ പവർ സ്റ്റേഷനുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന, എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്, പാരലൽ ഇലക്ട്രോഡ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻസ്റ്റാളേഷൻ ഓഫ് പാരലൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ അടുത്ത മെത്തേഡാണ് നമ്മൾ പഠിച്ച 1, 2, 3, 4, 5, 5ാമത്തെ മെത്തേഡാണ് ഇൻസ്റ്റാളേഷൻ ഓഫ് പാരലൽ ഇലക്ട്രോഡ് ആയിട്ട് പഠിച്ചിട്ട്. അപ്പൊ ഓരോന്നും പഠിച്ചു വെക്കുക. അത് നമ്മൾക്ക് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് വരാം. ഇത് ഈ ഏതൊക്കെ മെത്തേഡുകളാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അല്ലെ. അടുത്തൊരു മെത്തേഡാണ് ബൈ പവറിങ് എന്ത് ചെയ്യാണ്, വാട്ടർ അല്ലെ, വെള്ളം ഒഴിച്ചു കൊടുക്കുക. സമ്മർ സീസണിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവിടെ ഒരു മോയ്സ്ചർ കണ്ടന്റ് മോയ്സ്ചറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലെ. എർത്തിന്റെ ചോട്ടിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. 3 to 4 buckets of water mixed with salt and poured down the special funnel every few days. ഓരോ ഇതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് സ്പെഷ്യൽ ഫണലൊക്കെ നമ്മൾ ആ ഒരർത്ത് ഡിസൈൻ പഠിക്കുന്ന സമയത്ത് പഠിച്ചാണ്. അതിന്റെ ഫണലും കാര്യങ്ങളൊക്കെ അതിലൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. അതും നമുക്ക് എന്ത് ചെയ്യാണ്, ആ മോയ്സ്ചർ കണ്ടന്റ് അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതിന് ചുറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു വാട്ടർ ഇതായിട്ട് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റ് ആയിട്ട് പറയുന്നത് അവിടെ എന്ത് ചെയ്യാണ്, എവിടെയെങ്കിലും റസ്റ്റ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം എന്നുള്ളത് കേട്ടോ.
അപ്പൊ അത് നമുക്കറിയാം എന്താണ് ഈ എർത്ത് ഇലക്ട്രോഡ് റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള ഒരു കാരണമായിട്ട് വരും ഈ റെസ്റ്റ് വരിക എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. എന്തിനാണ്? മെത്തേഡ് ഓഫ് റെഡ്യൂസിങ് എർത്ത് റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡുകളായിട്ട് പറഞ്ഞത് അല്ലെ. ഇൻക്രീസ് ഇൻ പ്ലേറ്റ് ഏരിയ, ഡെപ്ത് ഓഫ് ദ പ്ലേറ്റ്, സോൾഡറിംഗ് നെറ്റ്സ് ആൻഡ് ബോൾട്ട്, by powder charcoal and salt, installation of parallel electrode, by pouring water and avoiding rust in the earth electrode. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എർത്ത് റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എർത്ത് റെസിസ്റ്റൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിന്റെ മെത്തേഡുകളാണ് നമ്മളിപ്പോ നോക്കിയത്. അപ്പൊ ഈ എർത്ത് റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം അല്ലെ. അതായത് ഇംപ്രൂവ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, റെഡ്യൂസ് ചെയ്യാൻ കേട്ടോ. ഇംപ്രൂവ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലേ അത് കൂട്ടാണോ എന്നുള്ളതൊന്നും അല്ല വരേണ്ടത്. അപ്പൊ എർത്ത് റെസിസ്റ്റൻസ് നമ്മൾ ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാണ് വേണ്ടത്. എന്ത് ചെയ്യണം, അവിടെ റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നമുക്ക് അവിടെ എർത്ത് കണക്ഷൻ എന്ത് ചെയ്യാണ്, ഇംപ്രൂവ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. എർത്ത് റെസിസ്റ്റൻസ് ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ എർത്ത് ഇംപ്രൂവ് ചെയ്യാന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ് മെത്തേഡ് വരുന്നത്. ഈ മെത്തേഡുകളാണ് നമ്മൾ എന്ത് അതിൽ എഴുതേണ്ടി വരും കേട്ടോ. അപ്പൊ ഇത്രയും മെത്തേഡുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട IE റൂൾസ് ആണ്. അപ്പൊ ഈ IE റൂൾസ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഈ പ്രധാനമായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഏതാണ് നമ്മളെ പുതിയ കണക്ഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന റൂൾ ഏതാണെന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ കുറെ കാര്യങ്ങളുണ്ട്. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 1910, ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് 1940, ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 1910 ഉണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ സപ്ലൈ ആക്ട് എന്ന് പറഞ്ഞിട്ട് 1940 ഉണ്ട്, 1940. പിന്നെ ഇന്ത്യൻ റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് 1948, റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് 1948. പിന്നെ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് 1956 ആൻഡ് ലാസ്റ്റ് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് 2003. ഇത്രയും റൂൾസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് 2003 ഉണ്ടെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്, ഇപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് 1956 ആണ്. പിന്നെ നമുക്കറിയാം നമ്മളിപ്പോ ഇതിനായിട്ട് റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് നമ്മളോട് PSCയുടെ സിലബസ് അനുസരിച്ചിട്ടൊക്കെ നമുക്ക് റെഫർ ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ പറയുന്നത് നിമി ടെക്സ്റ്റ് ബുക്കുകളൊക്കെയാണ് നമ്മൾ റെഫർ ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിനകത്തും നമ്മളോട് പ്രധാനമായിട്ടും പറയുന്നത് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് 1956 പ്രകാരമുള്ളത് തന്നെയാണ്. 2003 എന്ന് പറയുമ്പോൾ അത് പുതിയൊരു മോഡിഫിക്കേഷൻ ആയിട്ട് വന്നതാണ്. പക്ഷെ അധികം ഇതൊന്നുമില്ല, ഇതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ 1956 എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇത്രയും റൂൾസ് അവിടെ വരുന്നുണ്ട്. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 1910, പിന്നെ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് 1940 ആൻഡ് ഇന്ത്യൻ റെഗുലേറ്ററി കമ്മീഷൻ ആക്ട്, ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് 1948, ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003 ആൻഡ് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് 1956. ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. പക്ഷെ അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട ആൻസർ ഏതാണ്, ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് 1956 തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ അതിൽ വരുന്ന കുറച്ച് റൂളുകൾ, അതിലൊരു 140 അറൌണ്ട് 140+ റൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ വരുന്ന കുറച്ച് റൂളുകൾ, പ്രധാനമായിട്ടും നമ്മൾ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് റൂളുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ഫസ്റ്റ് ആണ് നമ്മളെ റൂൾ 32. അപ്പൊ ഇവിടെ നമ്മൾ റൂൾസ് പഠിക്കണം, ഓരോ റൂളും അതെന്താണ് എന്നുള്ളതും. ചില റൂൾസ് പഠിക്കുമ്പോൾ ആ റൂൾസിനുള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു പോകേണ്ടി വരിക. അതായത് ചില റൂൾസ് എന്ന് പറയുന്നത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആ റൂള് നമ്പർ വെച്ചിട്ട് അത് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ചില റൂൾസ് ആണ് എന്നുണ്ടെങ്കിൽ ആ റൂൾസിനുള്ളിൽ വരുന്ന കുറച്ച് ഡീറ്റെയിൽസ്, ആ കുറച്ച് ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നുണ്ടായിരിക്കും ചില ക്വസ്റ്റ്യനൊക്കെ ആ റൂൾസിനുള്ളിൽ പറയുന്ന ചില പോയിന്റുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ. ഇപ്പോൾ റൂൾ 48 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളാണത്. ആ റൂൾ 48 നമുക്ക് പറയാം ഒരു 5 or 6 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, PSC ഫ്രെയിം ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്. പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് നിങ്ങൾ പ്രീവിയസ് കണ്ടിട്ടുണ്ടായിരിക്കും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ റൂൾ 48 വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾസ് ആണ്. അത്തരം റൂൾസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രധാനമായിട്ടും ആ റൂൾസിന്റെ പേര് പഠിക്കുന്നതിനൊക്കെ കൂടുതലായിട്ട്. ഇപ്പോൾ ചില ആളുകൾക്ക് ആ റൂൾസ് 48 ആണ് അത് റൂൾ എന്ന് വരുന്ന അറിയുന്നുണ്ടാവില്ല. പക്ഷെ അതിനുള്ളിൽ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ പഠിച്ചിട്ടുണ്ടായിരിക്കും, കാരണം അതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് അങ്ങനെ വരുന്നുണ്ടായിരിക്കും. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ഏതാണ്, ആ റൂളിന്റെ നമ്പറിനേക്കാൾ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് അതിൽ വരുന്ന പാർട്സ് ആണ്. അപ്പൊ നമുക്ക് ഓരോ റൂൾ നോക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കാം, ഓരോ റൂളിലും എന്താണ് പ്രധാനമായിട്ടും
വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ റൂളാണ് റൂൾ നമ്പർ 32 എന്ന് പറയുന്നത്. റൂൾ നമ്പർ 32 എന്താ പറയുന്നത്? സ്വിച്ചർ ഷാൾ ബി ഓൺ ദ ലൈവ് കണ്ടക്ടർ. നമ്മൾ ഏറ്റവും സിമ്പിൾ ആണ് അല്ലെ. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു വന്നിട്ടില്ല. ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമ്മൾ പറയുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി നമ്മൾ പഠിച്ചു തുടങ്ങി, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച കാര്യമാണ് എന്ത് ചെയ്തത്? സ്വിച്ച്, കട്ടൗട്ട്, ലിങ്ക് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? ലൈവ് കണ്ടക്ടറിലായിരിക്കണം എന്നുള്ളത് അല്ലെ. സ്വിച്ച്, ഫ്യൂസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും എന്തായിരിക്കണം? അതായത് കൺട്രോൾ ഡിവൈസസും സേഫ്റ്റി ഡിവൈസസും നമ്മൾ കൊടുക്കുന്നത് എവിടെ ആയിരിക്കണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ലൈവ് കണ്ടക്ടറിലായിരിക്കണം. അത് പറയുന്ന റൂൾ ഏതാണ്? റൂൾ നമ്പർ 32 ആണ് കേട്ടോ. റൂൾ നമ്പർ 32. 32ാമത്തെ റൂളിൽ പറയുന്ന കാര്യമാണ് എന്ത് ചെയ്തത്? സ്വിച്ച് ഷാൾ ബി ഓൺ ദ ലൈവ് കണ്ടക്ടർ, നോ കട്ടൗട്ട്, ലിങ്ക് ഓർ സ്വിച്ച് അതർ ദാൻ ഗ്യാങ് സ്വിച്ച് ഷാൾ ബി ഇൻസർട്ടഡ് ഓൺ ദ ന്യൂട്രൽ കണ്ടക്ടർ. കോഡ് ഓഫ് പ്രാക്ടീസ് ഓഫ് വയറിംഗ് ഷാൾ ബി ഫോളോഡ് വൈൽ മാർക്കിംഗ് ദ കണ്ടക്ടേഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് സ്വിച്ചസും ഫ്യൂസസും നമ്മൾ ലൈവ് കണ്ടക്ടറിലാണ് കണക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രധാനമായിട്ടും സ്വിച്ചസ് ഗ്യാങ് സ്വിച്ച് അല്ല, അതിൽ ബാക്കിയുള്ള സ്വിച്ചസ് ഒക്കെ നമ്മൾ ലൈവ് കണ്ടക്ടറിലാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഏത് റൂളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് എന്നുള്ളത്. ഏതാണ് റൂള്? റൂൾ 32 അല്ലെ. റൂൾ 32 32ാമത്തെ റൂള് പ്രകാരമാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് റൂൾ ആണ് നമ്മളെ റൂൾ നമ്പർ 35 എന്ന് പറയുന്നത്. അപ്പൊ റൂൾ നമ്പർ 32 പഠിക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്ന റൂളാണ് 32 എന്ന് പറയുന്നത്. 32 എന്ന് പറയുന്നത് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കാരണം നമ്മൾ ഈ ലൈവില് സ്വിച്ച് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാനുള്ള കാരണം തന്നെ ഒരു സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കാരണം നമുക്കറിയാം ഇപ്പൊ ഈ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാലും അത് ഒരു ബൾബ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ബൾബ് ചേഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താണ്, അതെങ്ങാനും ന്യൂട്രൽ കണ്ടക്ടറിലാണ് കൊടുത്തെന്നുണ്ടെങ്കിൽ അവിടെ ലൈവ് കണക്ഷൻ വരികയും അവിടെ നിന്ന് ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഒരുപാട് അപകടങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ അങ്ങനെ അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൂൾ നമ്പർ 32 എടുത്തു പറയുന്നത് എന്തായിരിക്കണം? അത് ലൈവ് വയറിൽ മാത്രമായിരിക്കണം സ്വിച്ചസ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ റൂൾ നമ്പർ 35 എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതായത് ഡേഞ്ചർ നോട്ടീസ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ ഓർത്ത് വെക്കുക, 30 വരുന്ന രണ്ടെണ്ണമാണ് നമ്മൾ പഠിക്കുന്നത്. 32ഉം 35ഉം രണ്ടും സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡേഞ്ചർ നോട്ടീസ് വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഡേഞ്ചർ നോട്ടീസ് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇലക്ട്രിസിറ്റി ഉള്ള എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ട് ഡേഞ്ചർ നോട്ടീസ് വെക്കണം എന്നല്ല. ലോ വോൾട്ടേജിന് മേലെയുള്ളത്, ലോ വോൾട്ടേജിന് മേലെയുള്ള, അപ്പൊ ലോ വോൾട്ടേജ് അല്ല, മീഡിയം ലെവൽ വോൾട്ടേജ് മുതൽ തുടങ്ങുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള ഒരു ഡേഞ്ചർ സൈന് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ലോ വോൾട്ടേജിന് മേലെയല്ല. അപ്പൊ എന്താ ലോ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 250 വോൾട്ടേജ് വരെ ഉള്ളതിനെയാണ് നമ്മൾ ലോ വോൾട്ടേജ് എന്ന് പറയുന്നത്. മീഡിയം വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 650 വോൾട്ടേജ് വരെ ഉള്ളതിനെ നമ്മൾ മീഡിയം വോൾട്ടേജ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ലോ വോൾട്ടേജിന് മേലെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ എന്ത് കൊടുക്കണം? ഇതുപോലെയുള്ള ഒരു ഡേഞ്ചർ സൈൻ, നമ്മൾ കാണുന്നതും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഡേഞ്ചർ സൈൻ കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടോ 132 kV എന്നാ പറഞ്ഞിട്ടില്ലേ. അതേപോലെ 66 kV, 33 kV ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു അപായ ചിഹ്നം അല്ലെ, നമ്മൾ പറയുന്ന അപായ ചിഹ്നവും അതുപോലെ തന്നെ അപായം എന്ന് എഴുതിയതും അത് ഏതാണ് ആ റീജിയൻ ലാംഗ്വേജ്, ആ ലാംഗ്വേജിൽ തന്നെ വെക്കണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് 35 റൂൾ നമ്പർ 35 പറയുന്നത്. അപ്പൊ 32 എന്ന് പറയുന്നതും 35 എന്ന് പറയുന്നതും ഇപ്പൊ രണ്ട് എന്താണ്, നമ്മളെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് പ്രധാനമായിട്ടും റൂൾ നമ്പർ 35ഉം 32ഉം വരുന്നത് ഈ ഒരു സേഫ്റ്റിയുമായിട്ട് രണ്ട് റൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്, 32, 35 കേട്ടോ. ഇത് നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് അങ്ങനെ ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളതുമാണ്. അപ്പൊ 32, 35 എന്നൊക്കെ ചെറിയ രീതിയിലുള്ള ഷോർട്ട് കട്ട് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അതുകൊണ്ടാണ് പറഞ്ഞത് 30യുമായിട്ട് 30മായി ബന്ധപ്പെട്ട് വരുന്ന ആകെ രണ്ടെണ്ണേ പഠിക്കുന്നുള്ളൂ. ആ രണ്ടും എന്ത് ചെയ്യാണ്? സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് റൂളാണ് റൂൾ നമ്പർ 44. ഈ നേരത്തെ നമ്മൾ സേഫ്റ്റി അല്ലേ നോക്കിയത്. ഈ സേഫ്റ്റി കഴിഞ്ഞാൽ, സേഫ്റ്റി ഇല്ലാതെ കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? അപകടം സംഭവിക്കും അല്ലെ. അപ്പൊ എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? ഇൻസ്ട്രക്ഷൻസ് ഫോർ റിസ്റ്റോറേഷൻ ഓഫ് പേഴ്സൺ സഫറിങ് ഫ്രം ഇലക്ട്രിക് ഷോക്ക് എന്നാണ് പറയുന്നത്. അതായത് ഒരാൾക്ക് ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് കഴിഞ്ഞാൽ, സേഫ്റ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അപകടം സംഭവിക്കും. അപ്പൊ അങ്ങനെ 30 കഴിഞ്ഞ് 40ലേക്ക് എത്തി, 40ലേക്ക് എത്തിക്കുക എന്ത് ചെയ്യും? അപകടം സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ
ആ ഒരു പേഴ്സണെ സഫർ ചെയ്യുന്ന, അതായത് റീസ്റ്റോറേഷൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് റൂൾ നമ്പർ 44 ബന്ധപ്പെട്ടിട്ട് വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ റീസ്റ്റോറേഷൻ പഠിക്കുന്ന സമയത്ത് എന്താണ് റീസ്റ്റോറേഷൻ എന്ന് വെറുതെ പറയല്ല, ആ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രദർശിപ്പിച്ചിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് നമുക്ക് കണ്ടോ, ഇതുപോലെയുള്ള ഇലക്ട്രിക് ഷോക്കിന്റെ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റിസ്ക് എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്കറിയാം ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല, അത് എന്തെങ്കിലും ഇലക്ട്രിക് കണ്ടക്ടർ അല്ലാത്തൊരു മീഡിയം ഉപയോഗിച്ചിട്ട് ഡിസ്കണക്ട് ചെയ്യണം അല്ലെ, അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിട്ടുള്ള രീതിയിൽ ഡിസ്കണക്ട് ചെയ്യാനാണ് നോക്കുന്നുണ്ടായിരിക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, വേഗം ഡോക്ടറെ എടുക്കുക, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഹെൽത്തിലേക്ക് എത്തിക്കുക എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇത്തരം വർക്കിംഗ് പ്ലേസിൽ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് റൂൾ നമ്പർ 44 പ്രകാരം പറയുന്നത്. 44 പ്രകാരം പറയുന്നത്. അപ്പൊ 44 കഴിഞ്ഞാൽ 44A കൂടെ അതിനകത്ത് വരുന്നുണ്ട്. എന്താ 44A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റിമേഷൻ ഓഫ് ആക്സിഡന്റ് എന്നാണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു അവിടെ അപായ സൈൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഈ അപായ സൈൻ കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇന്റിമേഷൻ ഓഫ് ആക്സിഡന്റ് എന്ന് പറയുന്നതും. അതായത് 44 കഴിഞ്ഞാൽ 44A എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഇന്റിമേഷൻ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കൊടുക്കണം. അതായത് വാർണിംഗ് സൈൻ പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മൾ സേഫ്റ്റിയിലൊക്കെ പഠിക്കുന്നതാണ് ഈ വാർണിംഗ് സൈൻ ഒക്കെ പറയുന്നത് അല്ലെ. അപ്പൊ വാർണിംഗ് സൈൻ പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പൊ സേഫ്റ്റി നമുക്ക് ഇവിടെ അധികം വരുന്നില്ല. ഇപ്പൊ ഇലക്ട്രീഷ്യൻ എക്സാമിനൊക്കെ പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ അറിയാം ഇലക്ട്രിക്കൽ സേഫ്റ്റി, ഇലക്ട്രിക്കൽ ഫസ്റ്റ് എയ്ഡ് ഒക്കെ ആയിട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ അവിടെ നമുക്ക് അങ്ങനെ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊന്നും ഇതിനകത്ത് പഠിക്കാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ റൂൾ ഇതാണ്, റൂൾ നമ്പർ 44ഉം 44A വരുന്നത്. അതായത് ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് കഴിഞ്ഞാൽ, ഒരാൾക്ക് ഷോക്ക് ഏറ്റ് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം, സഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നോട്ടീസ്, അതേപോലെ തന്നെ ആക്സിഡന്റ് സംഭവിക്കാം എന്നുള്ള ഒരു ഇന്റിമേഷൻ നമ്മൾ കൊടുക്കുന്നത്, അതിനാണ് നമ്മൾ ഈ വാർണിംഗ് സൈൻ എന്ന് പറയുന്നത് അല്ലെ. വാർണിംഗ് സൈൻ എന്ന് പറയുന്നത് ഇന്റിമേഷൻ നമ്മൾ കൊടുക്കുന്നത്. അതുപോലത്തെ ഇപ്പൊ വാർണിംഗ് സൈൻ എന്താണ്, യെല്ലോ കളറിലാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഇലക്ട്രിക്കൽ ഹസാർഡ് ആണ്, അവിടെ ഇലക്ട്രിക്കൽ അപകടം സംഭവിക്കാം എന്നുള്ള ഒരു ഇന്റിമേഷൻ നമ്മൾ കൊടുക്കുന്നതിനാണ് 44A എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെയുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ എന്താണ് പതിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ 40ലേക്ക് വന്നപ്പോൾ അതെന്തായി, നമുക്ക് അവിടെ പ്രധാനമായിട്ടും ഈ ഒരു വാർണിംഗ് കൊടുക്കുന്ന രീതിയിലുള്ളതും, അതേപോലെ തന്നെ എന്ത് ചെയ്തു, അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റിസ്ക് ഓഫ് ഹസാർഡ്സിന് എന്ത് ചെയ്യണം, നമുക്ക് എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ള ഉൾപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് 40-നകത്ത് വരുന്നത് കേട്ടോ. 40-നകത്ത് വരുന്നത് അത് മാത്രമല്ല. അപ്പൊ അത് നമ്മൾ 30-നകത്ത് പറഞ്ഞാൽ അത് മാത്രം പഠിച്ചു വെച്ചാൽ, കാരണം 30-നകത്ത് നമ്മൾ അത് രണ്ടും മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ 40-നകത്ത് അത് മാത്രമല്ല 44ഉം 44A വരുന്നത്. ഡബിൾ ഫോർ എന്ന് പറയുന്നത് എന്താണ്, ഡബിൾ ഫോർ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അല്ലെ. ഡബിൾ ഫോർ സേഫ്റ്റി, ഡബിൾ ഫോർ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്, സേഫ്റ്റിക്കാണ് വരുന്നത് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കാം. ഡബിൾ ഫോർ സേഫ്റ്റി എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് 48. ഞാൻ പറഞ്ഞു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളാണ് ഈ 48 എന്ന് പറയുന്നത്. ഇതിന് കണ്ടോ 5 പോയിന്റ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഈ 5 പോയിന്റിൽ നിന്നും 5 ഫ്രെയിം ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ 48 എന്ന് പറയുന്നത് തന്നെ എന്താണ്, പ്രിക്വേഷൻ അഗെയിൻസ്റ്റ് ലീക്കേജ് ബിഫോർ കണക്ഷൻ എന്നാണ്. അതായത് കണക്ഷൻ കൊടുക്കുന്നതിന് പിന്നെ എന്ത് ചെയ്യണം, ലീക്കേജ്, എങ്ങനെയൊക്കെ ലീക്കേജ് ഉണ്ടാവാം, അല്ലെങ്കിൽ ലീക്കേജ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ കണക്ഷൻ കിട്ടുന്നതിന് മുന്നേ അല്ലെങ്കിൽ കണക്ഷൻസിൽ എന്ത് ചെയ്യണം, ലീക്കേജ് ഉണ്ടായിരിക്കും അല്ലെ. പ്രധാനമായിട്ടും എർത്ത് ലീക്കേജ് ആണ് ഉണ്ടാവുക. അപ്പൊ ആ ലീക്കേജ് എന്തായിരിക്കണം, കണ്ടെത്തണം എന്നുള്ളതാണ് നമുക്കിവിടെ വരുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ പോയിന്റ്, ഒന്നാമത്തെ റൂള് നമുക്ക് വായിക്കാം. ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വയറിംഗ് ഓഫ് ആൻ ഇൻസ്റ്റാളേഷൻ ആൻഡ് എർത്ത് ഷുഡ് ബി of such a value that leakage current may not be exceed 1/5000 of the part or 0.02% of the full load current അല്ലെങ്കിൽ മാക്സിമം കറന്റ്. അതായത് നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു മാക്സിമം കറന്റ് ഉണ്ടായിരിക്കും അല്ലെ. നമ്മളിപ്പോ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിലൂടെ അതിന്റെ ലോഡ് അനുസരിച്ചിട്ട് നമുക്കറിയാം അവിടെ എത്രത്തോളം കറന്റ് അതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു 16 അമ്പിയർ കറന്റ് ആണ് മാക്സിമം ഫ്ലോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകാൻ പറ്റുന്ന മാക്സിമം, അതായത് അവിടേക്ക് എന്ത് ചെയ്യരുത്, ഒരിക്കലും ആ ഒരു ഇതിൽ കൂടുതലാവാൻ പാടില്ല എന്നാണ് അല്ലെ. ലീക്കേജ് കറന്റ് മെ നോട്ട് ബി എക്സീഡ് എന്നാണ് പറയുന്നത്. അതെന്ത് ചെയ്യരുത്, ലീക്കേജ് കറന്റ് അതിനും കൂടാൻ പാടില്ല. അതെന്തായിരിക്കണം, 1/5000 ഓഫ് ദ എന്താണ് ഫുൾ ലോഡ് കറന്റ്. ഈ പറഞ്ഞ 16 ആമ്പിയർ കറന്റിന്റെ 1/5000 പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിലുള്ള ആംബിയറിനേക്കാൾ കറന്റ് പോലും അവിടെ എന്ത് ചെയ്യരുത്,
കൂടരുത് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ 16 ആംപിയറിന്റെ 0.02% കറണ്ട് പോലും എന്ത് ചെയ്യരുത്, അതിൽ പോലും എന്ത് ചെയ്യരുത്, ലീക്കേജ് കറണ്ട് കൂടരുത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, വളരെ ചെറിയ വാല്യൂ കൂടി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു 48ാമത്തെ റൂള് പ്രകാരം ചോദിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളാണിത്. ഒരുപാട് തവണ PSC ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോദിച്ചിട്ടുള്ളതാണ്, പല രീതിയിൽ ചോദിച്ചാണ്. 0.02% വന്നിട്ടുണ്ട്, 1/5000 വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത് കേട്ടോ. അപ്പോൾ ലീക്കേജ് കറന്റ് may not be exceed 1/5000 of 5000 the part of or 0.02% of the full load current അല്ലെ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്, പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് എ ലൈറ്റിംഗ് സർക്യൂട്ട് ഈസ് 2% ഓഫ് ദ സപ്ലൈ പ്ലസ് 1 വോൾട്ട് കേട്ടോ. അപ്പൊ എന്താണ് പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് ഇൻ ലൈറ്റിംഗ് സർക്യൂട്ട്. ലൈറ്റിംഗ് സർക്യൂട്ടിലെ പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജിന്റെ 2% മാത്രമായിരിക്കണം എന്ത് ചെയ്യുന്നത്, വരുന്ന പാടുള്ളൂ കേട്ടോ. അതായത് പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജിന്റെ 2% മാത്രമാണ് വരാൻ പാടുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത്. അതും ഒരുപാട് തവണ ചോദിച്ചാണ്, പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല. അത് 1-2 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ദ മാക്സിമം പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ എ പവർ ഇൻഡസ്ട്രിയൽ സർക്യൂട്ട് ഷുഡ് നോട്ട് ബി മോർ ദാൻ 5% ഓഫ് ദ ഡിക്ലെയർഡ് സപ്ലൈ വോൾട്ടേജ്. അപ്പൊ പവർ സർക്യൂട്ടിലാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, 5% എന്ത് ചെയ്ത് ഡിക്ലെയർഡ് സപ്ലൈ വോൾട്ടേജിലും കൂടുതലായിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവാൻ പാടില്ല. 5% കൂടുതലായിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അടുത്ത 2 റൂളുകൾ വരുന്നുണ്ട്. ഏതാണത്, ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എനി വയറിംഗ് ഇൻസ്റ്റാളേഷൻ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ എത്രയാണ്, 1 മെഗാ ഓം. 1 മെഗാ ഓമിലും കൂടുതലാവാൻ പാടില്ല. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1 മെഗാ ഓം എന്നാണ് പറയുന്നത് കേട്ടോ. 1 മെഗാ ഓമിലും കൂടുതലാവാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1 മെഗാ ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ നമുക്കറിയാം എത്രയാണ്, 1 മെഗാ ഓമിലും കൂടുതലാണ് അല്ലെ, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ് പറയുന്നത്. അത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1 മെഗാ ഓം എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ലോ ആൻഡ് മീഡിയം വോൾട്ടേജിന്റെ കേസിലാണ് ഈ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1 മെഗാ ഓം എന്ന് പറയുന്നത്. ആൻഡ് ഹൈ വോൾട്ടേജിന്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ അത് 5 മെഗാ ഓം ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക നിങ്ങൾ, നോട്ടൊക്കെ എഴുതി വെക്കുമ്പോൾ ഇതും കൂടി എന്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഈ 5 മെഗാ ഓമിന്റെ ഒരു കൺസെപ്റ്റും കൂടി അവിടെ ഉണ്ട്. അതായത് ലോ വോൾട്ടേജ്, നമ്മൾ സാധാരണ ചോദിക്കൽ ലോ വോൾട്ടേജിന്റെ കാര്യത്തിൽ ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് എന്നൊക്കെയാണ് ചോദിക്കാറില്ല, അങ്ങനെ എടുത്ത് ചോദിക്കാറില്ല, എന്നാൽ അങ്ങനെ പറയാറുള്ളത് ലോ ആൻഡ് മീഡിയം വോൾട്ടേജിന്റെ കാര്യത്തിലാണ് എന്ത് ചെയ്ത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1 മെഗാ ഓം എന്ന് പറയുന്നത്. എന്നാൽ എന്ത് ചെയ്യാണ്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഹൈ വോൾട്ടേജിന്റെ കാര്യത്തിലാണെങ്കിൽ 5 മെഗാ ഓമിന് കുറയാൻ പാടില്ല എന്നുള്ളതും കൂടി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഹൈ വോൾട്ടേജ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്, ഈ 5 മെഗാ ഓം എന്ത് ചെയ്യരുത്, അതിലും കുറയാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക, അതിന്റെ കൂടെ ഓർത്ത് വെക്കുക. ഇനിയിപ്പോ നമ്മൾ പഠിച്ച എന്താണ്, 32 മുതൽ പഠിച്ചു അല്ലെ, 32 മുതൽ പഠിച്ചു, 35 പഠിച്ചു, അതുപോലെ തന്നെ എന്ത് ചെയ്തു, 44 പഠിച്ചു, 44A പഠിച്ചു, 48 പഠിച്ചു. 48ൽ ഒരു ഇതും കൂടി ഉണ്ട് അല്ലെ, ദ എർത്ത് റെസിസ്റ്റൻസ് ഷുഡ് നോട്ട് ബി എക്സീഡ് ദ വാല്യൂ ഓഫ് 1 ഓം എന്ന് പറഞ്ഞു. എർത്ത് റെസിസ്റ്റൻസ് എന്ത് ചെയ്യരുത്, 1 ഓമിന് കൂടാനും പാടില്ല. അപ്പൊ ഇത് തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. ഇവിടെ രണ്ടും പറഞ്ഞ 2 കൺസെപ്റ്റ് ആണ്. ഒന്ന് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആ പറഞ്ഞത്, ഒന്ന് എർത്ത് റെസിസ്റ്റൻസ് ആ പറഞ്ഞത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് കാണുമ്പോഴേ ഇത് രണ്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ കുറയാൻ വേണ്ടത് അല്ലെ. അപ്പൊ അത് എന്ത് ചെയ്യരുത്, ഒരിക്കലും 1 ഓമിന്റെ മേലേക്ക് കൂടാൻ പാടില്ല എർത്ത് റെസിസ്റ്റൻസിന്റെ കാര്യത്തിൽ. എന്നാൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് കുറേ വേണം, കാരണം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യണം, ഹയർ ആയിരിക്കാണ് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്തു, 1 മെഗാ ഓമിന്റെ താഴത്തേക്ക് കുറയാനും പാടില്ല കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഒന്ന് ഇൻസുലേഷൻ റെസിസ്റ്റൻസിന്റെ കാര്യമാണ് പറയുന്നത്, രണ്ടാമത്തെ എർത്ത് റെസിസ്റ്റൻസിന്റെ കാര്യമാണ് പറയുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഈ ഒരു വാല്യൂ, അതായത് ഫസ്റ്റ് പോയിന്റ്, തേർഡ് പോയിന്റ്, ഫോർത്ത് പോയിന്റ് ആൻഡ് ഫിഫ്ത്ത് പോയിന്റ്, ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് റൂൾ നമ്പർ 48 വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കാം. ഇനിയിപ്പോ നമ്മൾ ഈ പറഞ്ഞ ലീക്കേജ് കറണ്ടിന്റെ കാര്യം ഉണ്ടല്ലോ, ലീക്കേജ് കറണ്ടിന്റെ കാര്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈ ലീക്കേജ് കറണ്ട് വന്നിട്ട് അത് KSEBിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ, KSEBിയുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു 48 ഹവേഴ്സിനുള്ളിൽ
ആ ലീക്കേജ് കറണ്ട് എന്ത് ചെയ്തിട്ടില്ല, ക്ലിയർ അപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾക്ക് ലീക്കേജ് കറണ്ട് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ KSEB അറിഞ്ഞു, KSEB അറിഞ്ഞിട്ട് ലീക്കേജ് കറണ്ട് എന്ത് ചെയ്തിട്ടില്ല, ക്ലിയർ അപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളെ റൂൾ ആണല്ലോ 1/5% ആയിരിക്കണം എന്നുള്ളത്. അത് നമ്മൾ ക്ലിയർ അപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 48 hours ക്ലിയർ അപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ KSEBക്ക് നമ്മളെ സപ്ലൈ, നമ്മളെ വീട്ടിലേക്കുള്ള സപ്ലൈ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിലേക്കുള്ള സപ്ലൈ ഡിസ്കണക്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റൂൾ നമ്പർ 48 വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. 48 വരുന്നതാണ്. KSEBക്ക് ഈ ഒരു 48 hourനുള്ളിൽ എന്ത് ചെയ്യാം, 48 റൂൾ നമ്പർ 48 ഉപയോഗിച്ച് നമ്മളെ സപ്ലൈ എന്ത് ചെയ്യാം, ഡിസ്കണക്ട് ചെയ്യാം. അപ്പൊ ഓർത്ത് വെക്കാൻ ഒരു എളുപ്പമാർഗം കൂടിയാണ് അത്. 48 മണിക്കൂറിനുള്ളിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ ലീക്കേജ് അവിടെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ KSEBക്ക് നമ്മളെ റൂൾ നമ്പർ 48 പ്രകാരം നമ്മളെ സപ്ലൈ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർത്ത് വെക്കുക. 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ ഒരു ലീക്കേജ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ക്ലിയർ അപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, 48 റൂൾ നമ്പർ 48 പ്രകാരം നമ്മളെ വീട്ടിലേക്കുള്ള സപ്ലൈ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. അത് ഓർത്ത് വെക്കുക കേട്ടോ. അതുകൂടി അതിന്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. പിന്നെ ആ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഈ ഒരു 48 പ്രകാരമാണ് പറയുന്നത്. പക്ഷെ അവിടെ പ്രധാനമായിട്ട് അതിന്റെ ആ ഒരു റൂള് വരുന്നത് 49 വരുന്നത് കേട്ടോ. 48 പ്രകാരം റൂൾ ഇതാക്കാൻ പറ്റും. അതിന് എന്താണ് റൂള് 49 വരുന്നുണ്ടായിരിക്കുക. ലീക്കേജ് ഓൺ കൺസ്യൂമേഴ്സ് പെർമിസസ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു റൂളാണ് അത് പറയുന്നത് കേട്ടോ. അപ്പൊ അത് പ്രധാനമായിട്ട് വരുന്നത് എന്താണ്, 48 റൂൾ പ്രകാരമാണ് നമ്മൾ ഡിസ്കണക്ട് ചെയ്യുന്നത്. പക്ഷെ അതിന് ആ റൂളായിട്ട് പറയുന്നത് 49 റൂളാണത് പറയുന്നത് എന്ന് മാത്രം. ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഇതിലാണ്, 49 റൂളാണ് പറയുന്നത്. പക്ഷെ അത് എങ്ങനെയാണ് ഡിസ്കണക്ട് ചെയ്യുന്നത്, 48 റൂൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്, ഡിസ്കണക്ട് ചെയ്യുന്നത്. ഡൗട്ട് ക്ലിയർ ആയല്ലോ? അത് കൺഫ്യൂഷൻ ആയിട്ടില്ലല്ലോ? കാരണം 48 എന്താണ് പറയുന്നത്, അതിൽ ലീക്കേജ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നു. ഈ 48 ലീക്കേജ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത് 49 റൂളിലാണ് എന്ത് ചെയ്യുന്നത്, അത് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ആ ഡിസ്കണക്ട് ചെയ്യേണ്ട സാധനം എവിടെയാണ് വരുന്നത്, 48 വരുന്നത് കേട്ടോ. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞത്. അപ്പൊ പഠിക്കാൻ ഒരു എളുപ്പത്തിൽ പഠിച്ചു വെക്കാം. 48 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യും, ഡിസ്കണക്ട് ചെയ്യും എന്ന് പഠിക്കാം. 49 ഡിസ്കണക്ട് ചെയ്യാനുള്ള കാര്യം പറയുന്നത് കേട്ടോ. അപ്പൊ 48 വരുന്നത് ഏതാണ്, ലീക്കേജ് ഓൺ കൺസ്യൂമേഴ്സ് പെർമിസസ് എന്നാണ് പറയാ. ലീക്കേജ് കൺസ്യൂമേഴ്സിന്റെ പെർമിസസിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ഡിസ്കണക്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ് 49 പറയുന്നത്. ഓക്കെയാണ്. നമ്മളെ നെക്സ്റ്റ് റൂളാണ് 50. 49 കഴിഞ്ഞു. 50 റൂൾ നമ്മൾ പഠിക്കണം. 50 റൂളിൽ പറയുന്നത് നമ്മളെ സപ്ലൈ ആണ്. അതായത് നമ്മളെ വീട്ടിലേക്ക് തരുന്ന സപ്ലൈ ആൻഡ് യൂസ് ഓഫ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. എനർജി ഷാൾ നോട്ട് ബി സപ്ലൈഡ്, ട്രാൻസ്ഫോംഡ്, കൺവേർട്ടഡ് ഓർ യൂസ്ഡ് അൺലെസ് ദ ഫോളോയിങ് പ്രൊവിഷൻസ് ആർ ഒബ്സർവ്ഡ്. അതായത് നമ്മൾ വീട്ടിലേക്ക് എനർജി തരണം എന്നുണ്ടെങ്കിൽ, സപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സപ്ലൈ ചെയ്യരുത്, എന്താണ് ട്രാൻസ്ഫർ ചെയ്യരുത്, കൺവേർട്ട് ചെയ്യരുത്, ഈ ഫോളോയിങ് പ്രൊവിഷൻസ് എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യാതെ കൊടുക്കരുത് എന്നുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്നാമത്തെ എന്ത് ചെയ്യണം, ഓരോ സെക്കൻഡറി സൈഡ്, ഓരോ ട്രാൻസ്ഫോമർ ഒരു സെക്കൻഡറി സൈഡിൽ എന്തുണ്ടായിരിക്കണം, ഒരു സർക്യൂട്ട് ബ്രേക്കർ നിർബന്ധമായിട്ടും ഉണ്ടായിട്ടിരിക്കണം. ഒരു സൂട്ടബിൾ ലിങ്ക്ഡ് ആയിട്ടുള്ള സ്വിച്ച് അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ബ്രേക്കർ എന്ത് ചെയ്യണം, ഒരു സെക്കൻഡറി സൈഡ് ഓഫ് ദ ട്രാൻസ്ഫോമറിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഒന്നാമത്തെ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, എവരി സർക്യൂട്ട് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ സ്യൂട്ടബിൾ കട്ട്ഔട്ട്. എല്ലാ സർക്യൂട്ടും എന്ത് ചെയ്യണം, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള കട്ട്ഔട്ട് വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ട് ഉണ്ടാവണം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, സപ്ലൈ ടു ഈച്ച് മോട്ടോർ ഓർ ഗ്രൂപ്പ് ഓഫ് മോട്ടോർ ഈസ് കൺട്രോൾഡ് ബൈ ലിങ്ക്ഡ് സ്വിച്ച് ഓർ സർക്യൂട്ട് ബ്രേക്കർ. സപ്ലൈ ടു ഈച്ച് മോട്ടോർ, ഓരോ മോട്ടറിലേക്കും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മോട്ടറിലേക്കും എന്ത് ചെയ്യാണ്, ഒരു ലിങ്ക്ഡ് സ്വിച്ചോ അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ബ്രേക്കറോ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അഡ്വക്കേറ്റ് പ്രിക്കോഷൻസ് ടു ടേക്ക് എൻഷുർ ദ നോ ലൈവ് പാർട്സ് ആർ എക്സ്പോസ്ഡ്. ഒരിക്കലും ഒരു ലൈവ് പാർട്സും എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തണം എന്നുള്ളതും എന്ത് ചെയ്യാണ്, ഈ റൂളിനകത്താണ് പറയുന്നത് കേട്ടോ. റൂൾ നമ്പർ 50 50 റൂളിനകത്താണ് പറയുന്നത്. 50 റൂൾ എന്താണെന്ന് ക്ലിയർ ആയല്ലോ? 50 റൂളിൽ പറയുന്നത് നമുക്ക് എങ്ങനെ ഇലക്ട്രിസിറ്റി സപ്ലൈ തരാം എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത്, 50 റൂളിനകത്ത് പറയുന്നത്. ഓക്കെ, 50 റൂളിനകത്ത് പറയുന്നത്. ഇനി 50 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 54 പഠിക്കാനുള്ളത്. അപ്പൊ 50 എന്താണ്, ഈ 48, 49, 50 അല്ലെ, നമുക്ക് പഠിച്ചു നോക്കിയാൽ എളുപ്പമാണ്. 48 എന്ന് പറയുന്നത് നമ്മളെ വീടുകളിൽ എങ്ങനെയൊക്കെ ലീക്കേജ് നമുക്ക് എന്ത് ചെയ്യാം, ലീക്കേജ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഈ 48 നമ്മൾ നേരെ നോക്കിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, 49 പ്രകാരം നമ്മൾ എന്ത് ചെയ്യും, സപ്ലൈ അവര് കട്ട് ചെയ്യും അല്ലെ. 48 നമ്മൾ ശരിക്കും നോക്കിയിട്ടില്ലെങ്കിൽ 49 പ്രകാരം അവിടെ എന്ത് ചെയ്യും, നമ്മളെ സപ്ലൈ അവർ കട്ട് ചെയ്യും. ഈ 50 എന്താ സംഭവം, എന്താണ്,
50 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ആ സപ്ലൈ വീണ്ടും തിരിച്ചു തരാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ സപ്ലൈ തരുന്നത് എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ 48, 49, 50 പഠിച്ചു വെക്കാൻ എളുപ്പമല്ലേ? ഈ 3 കാര്യങ്ങൾ ഓർത്താ പോരെ. 48 പ്രകാരം 49ാമത്തെ ഇതിൽ എന്ത് ചെയ്യും? സപ്ലൈ കട്ടാക്കും. 50ാമത്തേൽ എന്ത് ചെയ്യും? തിരിച്ചു തരും ചെയ്യും. ഓക്കെ, അങ്ങനെ ജസ്റ്റ് എടുക്കാം കേട്ടോ. അങ്ങനെയാണെന്നുള്ളതിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അപ്പൊ അതിലുള്ള പ്രൊവിഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് തന്നെ നോക്കി വെക്കാം. 48, 49, 50 അല്ലെ. 32, 35, പിന്നെ 44 പറഞ്ഞു. 44 കഴിഞ്ഞ് 48, 49, 50 അവിടെ നമ്മൾ പറഞ്ഞു. ഇനിയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് 55ഉം 54ഉം 55ഉം 56. ഈ ഒരു ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളതാണ് 3 ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതും ഒരേ ലെവലിലാണ് ആ 3 വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പേജിൽ നമ്മൾ 3 കൂടി കൊടുത്തിട്ടുള്ളത്. എന്താ 54 എന്ന് പറയുന്നത്? 54 എന്ന് പറയുന്നത് നമ്മളിപ്പോ നമുക്ക് തരാം, നമ്മൾ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, KCB നമുക്കൊരു ഇലക്ട്രിക് സപ്ലൈ തരാമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ തരുന്ന സപ്ലൈ എന്ത് ചെയ്യണം? എപ്പോഴും ഒരേപോലെ ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ വോൾട്ടേജില് അതിലെന്ത് ചെയ്ത് വലിയ ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള പറയുന്ന ഒരു റൂളാണ് ഈ 54ാമത്തെ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. 54ാമത്തെ റൂൾ പറയുന്നത് ഡിക്ലെയർഡ് വോൾട്ടേജ് ഓഫ് സപ്ലൈ ടു കൺസ്യൂമർ എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഡിക്ലെയർഡ് വോൾട്ടേജ് ഓഫ് സപ്ലൈ ടു കൺസ്യൂമറിലേക്ക് എത്തുന്ന സപ്ലൈഡ് ഉണ്ടാവുന്ന ആ ഒരു വോൾട്ടേജിന്റെ ഡിക്ലറേഷൻ എങ്ങനെയൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോ അല്ലെങ്കിൽ മീഡിയം വോൾട്ടേജ്. അപ്പൊ മീഡിയം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്താണ്? 650 വോൾട്ടേജ് വരെ വരുന്നതിനാണ് നമ്മൾ മീഡിയം വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ 230 വോൾട്ടേജ് 450 വോൾട്ടേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മീഡിയം വോൾട്ടേജ് ആണ് വരുന്നതായിരിക്കാം. ഈ മീഡിയം വോൾട്ടേജ് കൊടുക്കുന്ന ഒരു ലൈൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ വരാൻ പാടുള്ള ടോളറൻസ് എന്ന് പറയുന്നത് 6% ആണ്. 6% എന്ന് പറയുമ്പോൾ ±6% ആയിരിക്കും കേട്ടോ. അത് അങ്ങനെയും ക്വസ്റ്റ്യൻ പേപ്പർ വരാറുണ്ട്, ±6%. അപ്പൊ ±6% എന്ന് പറയുമ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് സപ്ലൈ എത്രയാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, 230 ആണോ, 240 ആണോ, 250 ആണോ അല്ലെ. എല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ ഇങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. നമ്മളെ പ്രീവിയസ് ആയിട്ട് എനിക്ക് തോന്നുന്ന കഴിഞ്ഞ ഇലക്ട്രീഷ്യൻ എക്സാമിന് ചോദിച്ചു എന്ന് തോന്നുന്നുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. എത്രയാണ് നമുക്ക് ഇപ്പൊ കറണ്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് സിംഗിൾ ഫേസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കാം. സിംഗിൾ ഫേസ് ആണെങ്കിൽ 240 വോൾട്ടേജ് ആണ് കേട്ടോ. ആദ്യം അത് 230 ആയിരുന്നു, ഇപ്പൊ അത് 240 ആണ് പറയുന്നത്. 240 വോൾട്ടേജ്. അത് 3 ഫേസ് ആണെങ്കിൽ 415 വോൾട്ടേജ് ആണ് വരുന്നത്. അത് മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ചില ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും, പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ നമ്മൾ കാണുന്നത് 230/400 ആയിരിക്കും കാണുന്നുണ്ടായിരിക്കാം. അപ്പൊ അത് തെറ്റിയിട്ടുണ്ട്, അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വരുന്നത് 240/415 ആണ്. എന്നാൽ ഈ ആക്സറീസ് ഒക്കെ പഠിക്കുമ്പോൾ അവിടെ പിന്നെയും പ്രശ്നമുണ്ട്. ആക്സറീസ് ഒക്കെ ചില ആക്സറീസിന്റെ ഒക്കെ റേറ്റിംഗ് ഇപ്പോഴും വരുന്നത് 250 വോൾട്ടേജിലാണ് റേറ്റിംഗ് വരുന്നത് കേട്ടോ. പല ആക്സറീസ് നമ്മൾ അതിന്റെ ആ ഒരു പാക്കിങ്ങിലൊക്കെ കാണുമ്പോൾ 250 വരാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഡൗട്ട് അവിടെ തന്നെ ഒഴിവാക്കുന്നത്. 240/415 ആണ് നമുക്ക് വോൾട്ടേജ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്. ഒന്നെങ്കിൽ സിംഗിൾ ഫേസ് ആണെങ്കിൽ 240 വോൾട്ടേജ്, ആൻഡ് 3 ഫേസ് വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ 415 വോൾട്ടേജ്. ഫ്രീക്വൻസി എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഫ്രീക്വൻസി പിന്നെ നമ്മൾ അടുത്ത് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാത്തത്. സപ്ലൈ വോൾട്ടേജിന്റെ കാര്യത്തിൽ അല്ലെ, ഫ്രീക്വൻസി അറിയാം 50 Hz ആയിരിക്കും എന്നുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അതിൽ പിന്നെ നമുക്ക് ഡൗട്ടോ കാര്യങ്ങളൊന്നും വരാൻ ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അത് നമ്മൾ പറഞ്ഞ എന്താണ്, ഈ 415 അല്ലെങ്കിൽ 240 വോൾട്ടേജ് ആവുമെന്ന് പറഞ്ഞു അല്ലെ. ഈ 415 അല്ലെങ്കിൽ 240 വോൾട്ടേജ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് എന്താ പറയുന്നത്, അത് ഒരിക്കലും എത്ര കൂടാൻ ചാൻസ് അല്ലെങ്കിൽ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ എത്ര വരെ കൂടാം എന്നാ പറയുന്നത്. അവിടെ നമുക്ക് കൂടാൻ ചാൻസ് ഉള്ളത് ഒരിക്കൽ ഒരു 6%, ±6% ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ±6%. അപ്പൊ ജസ്റ്റ് ആ വാല്യൂ ഒന്ന് നോക്കി നോക്കണം. വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇപ്പൊ സാധാരണ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ 6% തരാം, അല്ലെങ്കിൽ ഒരു വാല്യൂ തരാം. ഈ വാല്യൂ തരുമ്പോൾ PSC ഇതുവരെ തന്നിട്ടില്ല. 6% ആകുമ്പോൾ ഒരു 14.4 എന്നൊക്കെയാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക 240 ആകുമ്പോൾ. PSCയുടെ വാല്യൂ ആയിട്ട് തന്നിട്ടുള്ളത് 225 വോൾട്ടേജ് മുതൽ 225 വോൾട്ടേജ് മുതൽ 255 വോൾട്ടേജ് വരെ എന്ത് ചെയ്യാം വരാം. 225 വോൾട്ടേജ് മുതൽ 255 വോൾട്ടേജ് വരെയാണ് നമ്മളെ പെർമിസിബിൾ ആയിട്ടുള്ള സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് കേട്ടോ. 225 മുതൽ 255 വോൾട്ടേജ് വരെയാണ് നമുക്ക് പെർമിസിബിൾ ആയിട്ടുള്ള സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇതിനും താഴെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അത് വോൾട്ടേജ് ഡ്രോപ്പ് ആണ് അല്ലെങ്കിൽ നമ്മളെ വോൾട്ടേജ് ഇല്ല എന്നുള്ള രീതി നമുക്ക്
ഇതാക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ 225 മുതൽ 255 വോൾട്ടേജ് വരെ. ഇതിപ്പോ 3 ഫേസ് ആണെങ്കിൽ എത്ര വരുന്നുണ്ടായിരിക്കുക? 390 മുതൽ എത്ര വരിക? 440 വരെ കേട്ടോ. 440 വരെയാണ് വരിക. അവിടെ ഏകദേശം ഒരു 24 പോയിന്റ് സംതിങ് ആണ് കിട്ടുക. അപ്പൊ 25 എടുത്തിട്ടാണ് അവിടെ പറയുന്നത്. 390 മുതൽ 440 വോൾട്ടേജ് വരെയാണ് അവിടെ പറയാ 3 ഫേസ് ആണെങ്കിൽ കേട്ടോ. അപ്പൊ അത് നമ്മൾ പറഞ്ഞു. ഇൻ കേസ് ഓഫ് ലോ ഓർ മീഡിയം രണ്ടും കൂടി പറയുന്നതുകൊണ്ടാണ് അവിടെ വരുന്നത് 6% ഡിഫറൻസ് ആണ് അവിടെ വരാൻ പറ്റുക എന്നുള്ളത്. ഇനി നമുക്കറിയാം അടുത്തത് എന്താണ്? ഹൈ വോൾട്ടേജ് വരികയാണെങ്കിൽ വിത്ത് ടോളറൻസ് ഓഫ് 6% ഓൺ ദ ഹയർ സൈഡ് ഓർ വിത്ത് ടോളറൻസ് ഓഫ് 9% ഓൺ ദ ലോവർ സൈഡ്. ഈ ലോവർ സൈഡ് എന്ന് പറയുന്നത് അവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം, ലോവർ സൈഡ് ഹയർ സൈഡ് എന്ന് രണ്ടായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഹയർ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ്? നോട്ട് എക്സീഡിങ് 33 kV ആണ് പറയുക അല്ലെ. 33 kVക്ക് താഴെ അല്ലെങ്കിൽ അപ് ടു 33 kV വരെയുള്ള വോൾട്ടേജുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹയർ വോൾട്ടേജ് ആയിട്ട് പറയുന്നത്. ഈ ഹയർ വോൾട്ടേജിൽ വരുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇവിടെ ഒരു ലോവർ സൈഡും ഹയർ സൈഡും പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് അവിടെ വോൾട്ടേജ് റേഞ്ച് ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം 650 കഴിഞ്ഞു കഴിഞ്ഞാൽ 33 kV വരെ വരുന്നതിന്റെ ഇടയിൽ 11 kV 2 നമുക്ക് എന്താ 1.1 kV 11 kV അങ്ങനെ നമുക്ക് ഒരുപാട് വോൾട്ടേജ് ലെവൽ അവിടെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന വോൾട്ടേജ് ലെവല് ഈ 650 കഴിഞ്ഞ് തൊട്ടടുത്ത വോൾട്ടേജ് ഒരു 700 വോൾട്ടേജ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഈ ലോവർ സൈഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? +or-9% ഡിഫറൻസ് നമുക്ക് വരുത്താം. എന്നാൽ ഈ ഒരു 3.3 kV അല്ലെങ്കിൽ 33 kV വരെയാണല്ലോ വരുന്നത്. അപ്പൊ 33 kയുടെ അടുത്ത് വരെ വരുന്നുണ്ടെങ്കിൽ അത് ഹയർ സൈഡ് ആയിട്ട് എടുക്കുക. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? 6% ആണ് പറയുന്നുണ്ടായിരിക്കുക. അപ്പൊ ലോവർ സൈഡിൽ ഒരു 9% +or-9% ഡിഫറൻസ് നമുക്ക് വരുത്താം. അത് ഹയർ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ +or-6% ഡിഫറൻസ് മാത്രമായിരിക്കും വരുത്താൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും. ഇനി എക്സ്ട്രാ ഹൈ വോൾട്ടേജിലേക്ക് വരുമ്പോൾ അവിടെയും ഉണ്ട് ഒരു ലോവർ സൈഡും ഒരു ഹയർ സൈഡും വരുന്നു. എക്സ്ട്രാ ഹൈ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്താണ്? 33 kVക്ക് മേലെ ഉള്ളതിനാണ് നമ്മൾ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താ വരുന്നുണ്ടായിരിക്കുക? അവിടെ ലോവർ സൈഡ് ആണ് എന്നുണ്ടെങ്കിൽ 12.5% ആണ് വരുന്നുണ്ടാവുക. ഹയർ സൈഡ് ആണെന്നുണ്ടെങ്കിൽ 10% ആണ് വരുന്നത് കേട്ടോ. ഓർത്ത് വെക്കണേ. ഇതില് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ റൂളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾ നമ്പർ 54-നകത്താണ് വരുന്നത്. ഇതിലൊന്നും നമ്പർ അല്ല നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പൊ 48ന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 48-നകത്തൊന്നും നമുക്ക് നമ്പർ അല്ല പ്രധാനമായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ആ റൂളിനകത്ത് വരുന്ന കണ്ടന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറില്ല കേട്ടോ. 48 ചോദിച്ചുകൂടായില്ല, പക്ഷെ അതിനുള്ള കണ്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അപ്പൊ 54-നകത്തും അങ്ങനെയാണ്. കണ്ടന്റ് ആണ് ഒന്നും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി കണ്ടോ 54 കഴിഞ്ഞ 55 ആണ് അല്ലെ. നമുക്ക് സപ്ലൈ വോൾട്ടേജിന്റെ കാര്യം പറഞ്ഞു. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഫ്രീക്വൻസിയുടെ കാര്യമാണ് എന്ത് ചെയ്യുന്നത്? ഈ 55-നകത്ത് പറയുന്നത് കേട്ടോ. ഫ്രീക്വൻസിയുടെ കാര്യമാണ് നമ്മൾ 55-നകത്ത് പറയുന്നത്. ഫ്രീക്വൻസി ഞാൻ പറഞ്ഞു എത്രയാണ്? 50 ഹെർട്സ് ആണ് ഫ്രീക്വൻസി അല്ലെ. 50 ഹെർട്സ് ആണ് നമ്മുടെ ഫ്രീക്വൻസി വരുന്നത്. ഈ 50 ഹെർട്സ് ഫ്രീക്വൻസി നമുക്ക് എത്ര വരെ വരാം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? നമ്മളവിടെ 50 ഹെർട്സിന്റെ കാര്യത്തിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എത്ര വരെ വരാം. നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് 50 ഹെർട്സിൽ എത്ര വരെ നമുക്ക് ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യാം? ചേഞ്ച് വരാം എന്നുള്ളത് കേട്ടോ. അത് നമുക്ക് പറയാം എത്രയാണ്? +or-3% ആണ് പറയുന്നത് കേട്ടോ. +or- എത്രയാണ്? 3% ആണ് അവിടെ ഫ്രീക്വൻസിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നത്? പറയുന്നത് കേട്ടോ. +or-3%. അപ്പൊ +or-3% എന്ന് പറയുമ്പോൾ 50 ഹെർട്സ് അല്ലേ. 50 ഹെർട്സ് ആകുമ്പോൾ നേരത്തെ നമ്മൾ ആ വാല്യൂ നോക്കിയ മാതിരി നമുക്ക് ഇവിടെ നോക്കിക്കൂടെ? എത്ര വരുന്നത്? 51.5 ഹെർട്സ് ഹയർ വാല്യൂവും അതേപോലെ തന്നെ ലോവർ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 50 എടുക്കുമ്പോൾ 1.5 അല്ലെ. 48.5 ഹെർട്സും ആയിരിക്കും വരുന്നത്. അപ്പൊ 48.5 ഹെർട്സ് മുതൽ 51.5 ഹെർട്സ് വരെ നമുക്ക് പെർമിസിബിൾ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ആണെന്ന് നമുക്ക് പറയാം. ഈ +or-3% എന്നുള്ളത് പല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുമ്പോൾ +or-1% വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ശരി +or- എന്താണ്? 3% തന്നെയാണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കുക. +or-3% തന്നെയാണ് ഇപ്പൊ നമുക്ക് വരുന്നത്. ഇത് ഞാനിവിടെ പറഞ്ഞത് ഈ ഡിക്ലെയർഡ് വോൾട്ടേജില് ഒരു കാര്യം കൂടെ അതിൽ പറയാനുണ്ട്. ഈ 2009 ഇതിലൊരു അമെന്റ്മെന്റ് അല്ലെങ്കിൽ ഇതിലൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ IEC റൂൾ പ്രകാരം 2009. പക്ഷെ അത് നമുക്ക് അങ്ങനെ എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ഇതുവരെ അങ്ങനെ ഒരു ചേഞ്ചും കാര്യങ്ങളും വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കണ്ട. ജസ്റ്റ് ഞാൻ പറയുമ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക. അതെന്താ വെച്ചാൽ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങാനും ചോദിക്കുമ്പോൾ IEC 2009 പ്രകാരം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മാത്രം എഴുതിയാൽ മതി.
അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 6% പകരം അതെന്താണ് 10% ആണ് കേട്ടോ. 6% പകരം എത്രയാണ് 10% ആണ്. അതങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മാത്രം എഴുതിയാൽ മതി. IEC 2009 പ്രകാരം എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ മാത്രം ആ സാധനം എഴുതിയാൽ മതി. അല്ലെങ്കിൽ അതെന്താണ് 6% തന്നെയാണ്. അപ്പൊ അത് ഓർത്തു വെക്കുക. ഞാൻ അതുകൊണ്ട് മാത്രമാണ് അതിങ്ങനെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അത് ഒന്ന് ഓർത്തു വെക്കേണ്ട കാര്യം കേട്ടോ. അപ്പൊ നമ്മൾ ഫ്രീക്വൻസിയുടെ കാര്യം പറഞ്ഞില്ലേ, ഫ്രീക്വൻസി എത്രയാണ് 50 ഹെർട്സ് ആണ് വരുന്നുണ്ടാവുക. 50 ഹെർട്സ് ആണ് ഫ്രീക്വൻസി വരുന്നത്. ±3% ആണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്ന ഒരു ഡിഫറൻസ്. അപ്പൊ ഇതെല്ലാം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം കാര്യങ്ങളൊന്നും നോട്ടിൽ അല്ലാതെ തരുന്നില്ല. കാരണം നോട്ടിൽ ഇതിലും എല്ലാം കൂടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഈ ±3%, പിന്നെ 2000 പ്രകാരം 10% ആണെന്നൊക്കെ പറയുന്നത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് വെക്കാം. ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ടിൽ ഉണ്ടായിരിക്കും. അതല്ലാതെ ഇങ്ങനെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? റൂൾ നമ്പർ 56 ആണ് അല്ലെ. റൂൾ നമ്പർ 56 എന്താ പറയുന്നത്? റൂൾ നമ്പർ 56 ഇത്രയേ ഉള്ളൂ. സീലിംഗ് ഓഫ് മീറ്റേഴ്സ് ആൻഡ് കട്ടൗട്ട്. നമ്മളെ മീറ്റർ ബോക്സ് നോക്കിയാൽ കാണുന്നതാണ് അല്ലെ. മീറ്റർ ബോക്സും എന്തുണ്ടായിരിക്കും, നമ്മളെ മീറ്ററും അതേപോലെ തന്നെ കട്ടൗട്ട് ശരി ഫ്യൂസസ് എന്താണ് സീൽ ചെയ്തിട്ടുണ്ടാവണം. ആ ഒരു മീറ്റർ അതുപോലെ തന്നെ നമ്മളെ കട്ടൗട്ട് മെയിൻ ഫ്യൂസ് എന്നൊക്കെ പറയുന്നത് ആരുടെ ഉടമസ്ഥയിലുള്ളതാണ്? ശരിക്കും അത് നമ്മൾ KSEBക്ക് ഉള്ളതാണ്. അപ്പൊ അതിലെന്തെങ്കിലും ചേഞ്ച്, ഇപ്പൊ നമുക്കറിയാം നമ്മളെ മെയിൻ ഫ്യൂസ് ഒക്കെ കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ നമ്മൾ KSEBക്ക് അറിയിച്ചിട്ട് അവരാണ് ഇത് എന്ത് ചെയ്യേണ്ടത്, ചേഞ്ച് ചെയ്ത് തരേണ്ടത്. മീറ്റർ ബോക്സിനകത്തും അങ്ങനെയാണ്. എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തു തരേണ്ടത് KSEBയുടെ ഇതിലാണ്. അപ്പൊ KSEBക്ക് ഉത്തരവാദിത്തപ്പെട്ടതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നമ്മളെ മെയിൻ ഫ്യൂസ് അതുപോലെ തന്നെ മീറ്റർ എനർജി മീറ്റർ ഒക്കെ പറയുന്ന സാധനം. അപ്പൊ ആ ഒരു ഭാഗം വരുന്നതാണ് 56-നകത്ത് വരുന്നത്. അതെന്താണ്? സീലിംഗ് ഓഫ് മീറ്റേഴ്സ് ആൻഡ് കട്ടൗട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് PSC ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പ്രീവിയസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. KSEBയുടെ അനുസരിച്ചുള്ള ഈ ഒരു മീറ്റർ കട്ടൗട്ട് ഉണ്ടല്ലോ, ഈ മീറ്റർ കട്ടൗട്ടിന്റെ ഓർഡർ എങ്ങനെയാണ്? ആദ്യം മീറ്റർ ആണോ ആദ്യം കട്ടൗട്ട് ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മീറ്റർ കഴിഞ്ഞിട്ടാണോ കട്ടൗട്ട് വരേണ്ടത് അല്ലെങ്കിൽ കട്ടൗട്ട് കഴിഞ്ഞിട്ടാണോ മീറ്റർ വരേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയ പോലെ തന്നെ പഠിച്ചാൽ മതി. എന്താണ്? മീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുക, കട്ടൗട്ട് വരുന്നുണ്ടായിരിക്കും. സീലിംഗ് ഓഫ് മീറ്റേഴ്സ് ആൻഡ് കട്ടൗട്ട് എന്നുള്ള രീതി ഓർഡർ തന്നെയാണ് അവിടെ വരുന്നത്. മീറ്റർ ആണ് ആദ്യം വരിക. ആദ്യം മീറ്ററിന് സപ്ലൈ എടുത്തിട്ടാണ് ഫ്യൂസിലേക്ക് വരിക. ദെൻ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, സപ്ലൈ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഓർമ്മ ഉണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ PSC കേട്ടിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സീലിംഗ് ഓഫ് മീറ്റേഴ്സ് ആൻഡ് കട്ടൗട്ട് എന്ന് പറയുന്ന ആ ഒരു ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. റൂൾ നമ്പർ 56. അപ്പൊ 54, 55, 56 ഇത് മൂന്നും എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? നമ്മളെ വീട്ടിലേക്ക് സപ്ലൈ തരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് ഒരു പുറത്തിറങ്ങി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലെ. 54-നകത്തും 55-നകത്തും 56-നകത്തും പറഞ്ഞ കാര്യങ്ങൾ 54, 55, 56 മൂന്നും ഓർത്തു വെക്കാം. എന്തൊക്കെയായിരുന്നു? നമ്മളെ വീട്ടിലേക്ക് കിട്ടുന്ന സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന സപ്ലൈ ആണെന്ന് ഞാൻ പറഞ്ഞു. 50 കഴിഞ്ഞ് 54-നും 55-നും 56-ലും ഈ സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ.